നമസ്കാരം സുഹൃത്തുക്കളെ, മോഹൻ ശർമ്മ സെലിബ്രിറ്റി കിച്ചൺ ഈ പ്രോഗ്രാമിൽ വീണ്ടും നിങ്ങളുമായി ഈ സംഭാഷണം തുടരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രോഗ്രാമിൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഈ പരിപ്പട ആണ് ഞാൻ ചെയ്തത്. അതിൻ്റെ കൂടെ സൈഡ് ഡിഷായി ഒരു ചട്നി, അതായത് എള്ള് കൊണ്ടുണ്ടാക്കിയ ഒരു ചട്നി, എള്ളും ഇഞ്ചിയും. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ആ ചട്നിയാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെയാണ് നമുക്ക് അത് ചെയ്യാൻ ആവശ്യമുള്ള സാമഗ്രികൾ എന്നുള്ളത് നമുക്ക് നോക്കാം. വരിക. ദാ കണ്ടില്ലേ, 1 കപ്പ് വെളുത്ത എള്ള്, പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു 4-5 ചുവന്ന മുളക. ഇത് പുളിവെള്ളം, വെള്ളം അധികം ചേർക്കാതെ കട്ടിയായി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. കടുക് അല്പം, പിന്നെ ടേസ്റ്റിനായി ഉപ്പ്, പിന്നെ ഈ കായപ്പൊടി, പെരുങ്കായപ്പൊടി, അല്പം വെല്ലം. ഇത്രയും സാധനങ്ങളാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഇഞ്ചി എള്ള് ചട്നി ചെയ്യാൻ എന്തൊക്കെയാണ് സാമഗ്രികൾ ആവശ്യം എന്നുള്ളത് നമ്മൾ നോക്കി. ഇപ്പോൾ ഇത് ചെയ്യുന്ന രീതി, പാചക രീതി എങ്ങനെയാണെന്ന് നോക്കാം. വരിക. ആദ്യം ബർണർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫ്ലെയിം ഓണായി അതിൻ്റെ മുകളിൽ പാൻ വെക്കുന്നു. ആദ്യമായി ഈ എള്ള്, വെളുത്ത എള്ള് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്യുന്നു. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ പതുക്കെ ശ്രദ്ധിച്ച് നമ്മളത് ഒരു 5 മിനിറ്റോളം അതിങ്ങനെ വറുക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളറായി എള്ള്. ഇതാണ് അതിൻ്റെ പരുവം. ഈ കളർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഒരു ബൗൾ, ഒരു പാത്രത്തിൽ ഇത് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്നു. കണ്ടില്ലേ? അങ്ങനെ വറുത്ത് ചുവപ്പാക്കിയ എള്ള് നമ്മൾ റെഡിയാക്കി വെച്ചു. പിന്നെ ഈ പാൻ ഫ്ലെയിമിൽ വീണ്ടും വെക്കുന്നു. ഫ്ലെയിമിൻ്റെ പുറത്ത് അല്പം കുക്കിംഗ് ഓയിൽ അതിലൊഴിക്കുന്നു. എന്നിട്ട് ഈ ഓയിൽ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആവണം. ഇപ്പോൾ ഇത് ചെയ്യേണ്ടത്, ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണങ്ങളായി വെച്ചിരിക്കുന്നത് ഈ എണ്ണയിൽ, ഈ പാനിൽ ഇടുന്നു. അതിൻ്റെ കൂടെ ഈ ചുവന്ന മുളക, ആ മുളകും, പിന്നെ പെരുങ്കായപ്പൊടി, ഇത് മൂന്നും കൂടി നമ്മൾ 5 മിനിറ്റോളം ഫ്രൈ ചെയ്യുന്നു. കണ്ടില്ലേ? ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഇത് നോക്കിയാൽ ഇതിന് ഇഞ്ചി കഷ്ണങ്ങളങ്ങ് ചുരുങ്ങി. കണ്ടില്ലേ? ചുവന്ന മുളകും റെഡിയായി. കണ്ടില്ലേ? ഇത്
ലോ ഫയറിലായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു ലൈറ്റ് ബ്രൗൺ കളർ കണ്ടില്ലേ? ഇപ്പോൾ ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ഈ പാൻ അടുത്ത് വയ്ക്കുന്നു. ഇത് വളരെ പ്രധാനം ആയിട്ട് പറയേണ്ടത്, ഒരു 10 മിനിറ്റോളം ഇത് തണുക്കണം, കൂളാവണം. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത്. ജാറിൽ ആദ്യമായി എള്ള്, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എള്ള് ഈ ജാറിലോട്ട് ഇടുക. ജാറിലിട്ടു. എന്നിട്ട് ഈ 10 മിനിറ്റോളം നമ്മളത് തണുപ്പിച്ച് കഴിഞ്ഞു. ഈ ഇഞ്ചിയും മുളകും അത് ഈ ജാറിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. കണ്ടില്ലേ? കണ്ടില്ലേ? ഇപ്പോ ഇത് വെള്ളം ചേർക്കാതെ ഡ്രൈ ആയിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യണം ആദ്യം. ഈ ഗ്രൈൻഡിങ് 2 or 3 സ്റ്റേജിലായിരിക്കണം ചെയ്യേണ്ടത്. ഒരു ലോങ് സ്പൂൺ എപ്പോഴും തയ്യാറായി വയ്ക്കുക. എന്നിട്ട് ഈ ജാറിൻ്റെ വശത്തുള്ള ഈ ചെറിയ എള്ളിൻ്റെ കഷ്ണങ്ങൾ അങ്ങ് ജാറിലോട്ട് താഴോട്ട് ആക്കുക. ഇതിൽ ഈ പുളിവെള്ളം തിക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, അത് ഇതിലൊഴിക്കുന്നു. അതിൻ്റെ കൂടെ സ്വാദിനായി വെച്ചിരിക്കുന്ന ഉപ്പ് ചേർക്കുന്നു. അതാദ്യം അങ്ങ് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടത്, നമ്മൾ അല്പം വെള്ളം വെച്ചിട്ടുണ്ട്, ഈ വെള്ളം ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കണം. എന്നിട്ട് ഗ്രൈൻഡിങ്. അങ്ങനെ കണ്ടില്ലേ? വീണ്ടും അടുത്ത സ്റ്റേജ് ഗ്രൈൻഡിങ്ങിനുള്ള കണ്ടില്ലേ? റെഡിയായി. എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ വെല്ലം, അത് ചേർക്കാതെയും ഇത് ചെയ്യാറുണ്ട് ചിലർ. പക്ഷേ എൻ്റെ പ്രിഫറൻസ് വെല്ലം ഉണ്ടാവണം. അപ്പോഴേ അതിൻ്റെ ആ ഇഞ്ചി, അതിൻ്റെ ആ സ്വാദില്ലേ, ഇഞ്ചിക്കൊരു സ്വാദുണ്ടല്ലോ, അത് കോംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അത് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെല്ലം തീർച്ചയായിട്ടും ഉപയോഗിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. ചില വീടുകളിൽ വെല്ലം ഉപയോഗിക്കാറില്ല, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടില്ലേ?
ഇതൊരു ബൗളിൽ ട്രാൻസ്ഫർ ചെയ്യുക. വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുക. ഇപ്പോൾ ഗാർണിഷിങ്ങിന് പാൻ വയ്ക്കുക. അല്പം കുക്കിംഗ് ഓയിൽ. എൻ്റെ പ്രിഫറൻസ് വെളിച്ചെണ്ണയാണ്. ഇതിൽ ഈ എണ്ണ ചൂടാകുമ്പോൾ ഈ കടുക് നമ്മൾ വെച്ചിരിക്കുന്നത് ഇതിൽ എണ്ണയിൽ ചേർക്കുക. കടുകിട്ട് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡോളം 15 സെക്കൻഡോളം അത് പൊട്ടാൻ തുടങ്ങും. സ്പട്ടറിങ് എന്ന് പറയില്ലേ. അപ്പോൾ കടുകും കുക്കായി കഴിഞ്ഞു, റെഡിയായി. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. എന്നിട്ട് ഈ ചട്നിയിൽ അത് ഗാർണിഷ് ചെയ്യുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, നല്ലപോലെ മിക്സ് ചെയ്തു. കണ്ടില്ലേ, അങ്ങനെ ഇഞ്ചി എള്ള് അതിൻ്റെ ചട്നി നമ്മൾ റെഡിയായി. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളിന്ന് ഈ ഇഞ്ചി എള്ള് ചട്നി ഇതുണ്ടാക്കുന്ന ഈ പാചക രീതി നമ്മൾ കണ്ടു. ഇത് ഒരു സൈഡ് ഡിഷാണ് ഞാൻ പറഞ്ഞതുപോലെ. നിങ്ങൾ ഇത് വീട്ടിൽ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. മോഹൻ ശർമ്മ സെലിബ്രിറ്റി കിച്ചൺ @gmail.com. ധാരാളം പേർ ഈ പ്രോഗ്രാം കാണുന്നുണ്ട്, ഈ ഫേസ്ബുക്കിലും അതുപോലത്തെ മറ്റു പ്ലാറ്റ്ഫോംസിലും. ലൈക്ക് ബട്ടൺ, ഇത് ഈ പ്രോഗ്രാം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നതിന് ലൈക്ക് എന്ന ബട്ടൺ പലരും പ്രസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ കൃതാർത്ഥനാണ്. ഓക്കെ, സോ നമ്മൾ വീണ്ടും കാണാം. നമസ്കാരം.